ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രിഷും കൺമണിയും കൂടി ആ കാട്ടിലൂടെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വരെ പോകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എപ്പോൾ പുറത്ത് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഹാജരാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു SI കണ്ണമ്മ. അതിനുശേഷം തന്നെ ക്രിഷും കൺമണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മറ്റൊന്നുമല്ല, ക്രിഷ് പറയുന്നുണ്ട് കൺമണിയോട്, എനിക്കൊരു സമ്മാനം വേണം കൺമണി, ഞാനിതൊക്കെ നിനക്ക് ചെയ്തു തരുന്നതിൽ എനിക്കൊരു സമ്മാനം, കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേനും എന്തെന്ന് ചോദിക്കുമ്പോൾ പൈസയാണോ സാറിന് വേണ്ട ചോദിക്കുമ്പോൾ പൈസയൊക്കെ ആർക്ക് വേണം കൺമണി, എനിക്ക് പൈസയൊന്നുമല്ല വേണ്ടത്, വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കൃഷി കൺമണിയോട് ഒരു ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൺമണിയാണെങ്കിലോ കളിയാക്കിക്കൊണ്ട് കൃഷ്ണനെ അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. എന്താ സാർ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം തന്നെ അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാഗ്യശ്രീ തന്നെയാണ് കേട്ടോ. ഭാഗ്യശ്രീ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം സുമിത്രയോടും ബാലുവിനോടൊക്കെ വഴക്ക് കൂടി അവിടേക്ക് പോന്നിരിക്കുക കേട്ടോ. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ എങ്ങനെയെങ്കിലും കൈക്കലാക്കിയാൽ തന്നെയാണ് ബലരാമനെ ജാമ്യത്തിലെടുക്കാൻ പറ്റുള്ളൂ എന്ന് സുമിത്രയ്ക്കറിയാം. പിന്നെയാണല്ലോ പ്ലാനിങ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീയെ കാണാനായിട്ട് വരുന്നു. അതിനുശേഷം പറയുന്നു, മോള് അകത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചാലാണ് ഞങ്ങൾക്ക് അകത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്നും പറയുന്നുണ്ട്. അകത്തേക്ക് വരൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നെ എന്താ വന്നതെന്ന് പറയുന്നു. ബാലു ആണെങ്കിൽ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും സെൻറ്റിമെൻറ്റ്സ് കൂടിയിട്ടെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനുശേഷം തന്നെ സുമിത്ര പറയുന്നുണ്ട്, ഞങ്ങളൊരു അപേക്ഷയായിട്ട് നിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണെന്ന് പറയുന്നു. എന്ത് അപേക്ഷയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഏട്ടനെ പറ്റിച്ചതുപോലെ എന്നെ നിങ്ങൾക്ക് പറ്റിക്കാനായിട്ട് സാധിക്കും. മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ എന്നെ ഒലിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഏട്ടനെ കൊണ്ട് സാധിക്കുകയുള്ളൂ, ഭാഗ്യലക്ഷ്മി അതിന് കിട്ടില്ല കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. അതിന് സുമിത്ര പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ അച്ഛനമ്മയും പോലെയല്ലേ ഇപ്പോൾ കാണുന്നത്, എങ്കിൽ ശരി ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഭാഗ്യശ്രീ പറയുന്നുണ്ട്, നിങ്ങൾ പോകേണ്ട, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഞങ്ങൾക്കൊരു അപേക്ഷയാണ്, മറ്റൊന്നുമല്ല, ബലരാമനെ ജാമ്യത്തിലെടുക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏട്ടന് ജാമ്യം കിട്ടുന്നുള്ളത്, നിങ്ങൾ കാരണം ഏട്ടന് വലിയൊരു തെറ്റാണ് ഏട്ടൻ ചെയ്തത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും നീ വിചാരിച്ച് നടക്കും മോളെ, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നും പറയുകയാണ്. അപ്പോഴത്തേനും എന്തായാലും ഞാൻ നോക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നും വീണ്ടും വീണ്ടും തന്നെ ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കഴിയും, മോൾക്കേ സാധിക്കുള്ളൂ എന്ന് സുമിത്ര വീണ്ടും പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കൺമണിയും അതുപോലെ കൃഷ്ണയെ കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും സ്റ്റേഷനിൽ ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ കൺമണി പറയുന്നുണ്ട്, അവരെ ഒന്ന് ഫേസ് ചെയ്യാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് സാർ എന്ന് പറയുന്നു. അതെന്താ കൺമണി അങ്ങനെ പറയുന്നത്? കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ആയില്ലേ, അതുകൊണ്ടാണ് എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, നേരെ തന്നെ മുഖത്ത് നോക്കി സംസാരിക്കാം കൺമണി, പഴയതുപോലെ തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ഇപ്പോഴും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുകയില്ല. ഭാവി മരുമകളല്ലേ നീ, എന്തായാലും എൻ്റെ കൈയും പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരേണ്ടവളാണ്. ഭാവി അച്ഛനും അമ്മായിയമ്മയാണ് ആ നിൽക്കുന്നതെന്ന് വിചാരിച്ച് തന്നെ സംസാരിക്കണം കൺമണി എന്ന് പറയുന്നു കേട്ടോ. അതെനിക്ക് ടെൻഷനുണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. പിന്നെ കൺമണി പറയുന്നുണ്ട്, സാർ നമ്മൾ രണ്ടുപേരും എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കാട്ടിനകത്താണെന്ന് പറയും. പിന്നെ ഞങ്ങളൊരു തീയൊക്കെ ഇട്ട് അതിനകത്ത് സുഖമായിട്ട് ഒരു രാത്രി മുഴുവൻ താമസിച്ചു എന്നും പറയണമെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട സാർ, നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണെങ്കിലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തിനാ കൺമണി പറയാൻ നിൽക്കുന്നത്? നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? തെറ്റിദ്ധരിക്കുന്നവരാണെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിക്കട്ടെ, എന്തിനാ ടെൻഷൻ, ഇനി എനിക്കൊരു പേടിയില്ല എന്ന് കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിക്കും ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സുജാതി സാഗറും ആൻറ്റിയമ്മയും കൂടിയൊക്കെ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ സാഗർ പറയുന്നുണ്ട്, എന്തായാലും ബലരാമനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചിയമ്മ വരുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട്, അവന് എല്ലാ കേസും അവൻ്റെ തലയിലിട്ടിട്ട് അവന് കുറേ കാലം ജയിലിൽ കിടത്തണം, നമ്മളെ കബളിപ്പിക്കല്ലേ അവൻ ചെയ്തത്, അതെന്തായാലും അവന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ സുജു പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ചേച്ചിയമ്മ ഇപ്പോൾ ഇറങ്ങുന്നത്, കാരണം അവൻ ഞങ്ങളെ പറ്റിച്ചു, അതിന് ശിക്ഷ ദൈവം അവന് കൊടുക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും സമയം വഴുകണ്ടാവും, എത്രയും പെട്ടെന്ന് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്താണ് ലാലി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ലാലിയെ പെട്ടെന്ന് കാണുമ്പോൾ സുജാതയ്ക്ക് ചെറിയൊരു ഓർമ്മ എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു ഓർമ്മയാണ്. പക്ഷെ ലാലി പറയുന്നുണ്ട്, അതെ മേഡത്തിനെ ഞാൻ അവിടെ നിന്ന് കണ്ടു, പക്ഷെ അതിന് മുന്നേ നമ്മൾ വേറൊരു സ്ഥലം വരെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അന്ന് ഓർമ്മയുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ വന്ന് ചോദിച്ചതെന്നും ലാലി അവരോടായിട്ട് പറയുമ്പോഴത്തേനും
അപ്പോൾ അതെവിടെ നിന്നാണ്? മേഡം ഹോസ്പിറ്റലിലുണ്ടായിരുന്ന അഡ്മിറ്റായ സമയത്ത് ഞാനവിടെ നേഴ്സായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ആദ്യത്തെ ഡെലിവറിക്ക് എന്ന് പറയുമ്പോഴത്തേനും സുജുവിന് കാര്യം മനസ്സിലാവണം, ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബലരാമനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതായത് ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകൾ സുജാതയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ലാലി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴത്തേനും മേഡത്തിന് എത്ര കുട്ടികൾ? 2 കുട്ടികളാണിത് പറയാട്ടോ ചെയ്യുന്നത്. ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് സുജിന് സങ്കടമാവുന്നുണ്ട്. മേഡത്തിൻ്റെ അന്നത്തെ വിഷമം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേഡം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും 2 മക്കളെ ദൈവം മേഡത്തിന് എന്നെ തന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുജാതിൻ്റെ മനസ്സിൽ ആദ്യത്തെ മകനെക്കുറിച്ചുള്ള ചിന്തകൾ വളർത്തിയിട്ട് എന്തായാലും ലാലി അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വരാം മേഡം, ഇവിടെ ഒരു അടുത്തൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോഴാണ് അലിക ഡിസൈൻസിലെ ചെയർമാൻ്റെ വീട് ഇവിടെയാണെന്ന് പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സുജ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായും ഇവിടെ വരണം കേട്ടോ, നമുക്ക് സംസാരിക്കാം എന്നും പറയുന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്തിന് സുജാതയ്ക്കാണ് ഈ ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നല്ല വിഷമമുണ്ട്, സഹിക്കാൻ വയ്യാണ്ടായി. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ബലരാമനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവൻ നമ്മൾ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശേഷം പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ സുജു, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് സുജുവിനെ പറഞ്ഞയക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അങ്ങനെ ആൻറ്റിയമ്മയ്ക്ക് എന്തൊരു സംശയം പോലെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൾ വന്നത് എന്താ ഉദ്ദേശത്തിലാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയമ്മ. അതിനുശേഷം വീണ്ടും തന്നെ ബാലുവിനെയും അതുപോലെ തന്നെ സുജാതയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ലാലിയെ വിളിച്ച് സംസാരിക്കുന്നത് എന്തായി ലാലി എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സുജാതയ്ക്ക് ഞാനത് പറഞ്ഞപ്പോൾ നല്ല വിഷമമുണ്ട്, അത് കണ്ടപ്പോൾ എനിക്കും നല്ല സങ്കടമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താ അടുത്ത പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതൊക്കെ വഴിയെ മനസ്സിലാവും, ഇന്ന് ബലരാമൻ അവരുടെ മകനാണെന്ന് തിരിച്ചറിയുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ പ്രശ്നമാവില്ലേ എന്ന് പറയും. അങ്ങനെ പ്രശ്നമാവണം ലാലി, ഇന്നത്തോടു കൂടി അവർ തകർന്നടിയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഭാഗ്യശ്രീ അവിടെ നിന്ന് വരുന്നു കേട്ടോ. ഭാഗ്യശ്രീ എന്തായാലും വക്കീലിൻ്റെ രൂപത്തിലൊക്കെയാണ് വരുന്നത്. മോളെ ഈ രൂപത്തിൽ കാണുമ്പോഴത്തേന് ഞങ്ങൾക്ക് എന്തൊരു പ്രൗഢിയാണെന്നൊക്കെ പറയുന്നതിൽ നിനക്കൊരു തലയെടുപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ, അത് ഇന്ന് ചേട്ടനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. മോളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയും അതുപോലെ ക്രിഷും ഇറങ്ങുന്നു ബഹിയുടെ കൂടെ. അപ്പോൾ കൺമണിയാണെങ്കിലോ ഇവിടെ ആരും തന്നെ ഏട്ടനെയും അതുപോലെ തന്നെ അച്ഛനെയൊന്നും കാണാത്തതിൽ നല്ല സങ്കടമുണ്ട്, അവർ വന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട് ചില അകത്തുണ്ടാവും കൺമണി എന്ന് പറയുന്നു. കാണാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാരില്ല കൺമണി, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം വിഷമത്തോടുകൂടി കൺമണി അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണമ്മ മേഡത്തെ കാണുന്നു കേട്ടോ. കണ്ണമ്മ മേഡത്തിനാണെങ്കിൽ കൺമണിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കൺമണി നീ ഞങ്ങൾ പേടിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്രഷ് കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ടെൻഷനൊന്നും ഉണ്ടാവാതിരുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കെന്ന് പറയുന്നു. എന്തായാലും കൺമണി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരാതി തരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും തരാം മേഡം എന്ന് പറയുന്നുണ്ട്. പിന്നെ ബലരാമനാണ് എന്നെ അവിടെ പിടിച്ചോട്ട് നിർത്തിയതെന്നൊക്കെ പറയുമ്പോൾ ബലരാമനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും അവനെ എനിക്ക് കാണാനായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു. അതൊക്കെ തീർച്ചയായും നടക്കും. അപ്പോൾ അനിരുദ്ധനെ കാണുമ്പോഴത്തേനും നമ്മുടെ കൃഷി പറയുന്നുണ്ട്, എന്തായാലും ബലരാമന് ഒറ്റ കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് മേഡം എന്ന് പറയുന്നു. ബലരാമന് ഇവിടെ തന്നെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോഴത്തേനും അനിരുദ്ധ നീ എന്താടാ പറയുന്നത്, ഇവൻ തന്നെ സംശയിക്കുക കേട്ടോ ക്രഷ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് പരാതി തന്ന് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് കണ്ണമ്മ മേഡം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബലരാമനെ കാണാനായിട്ട് പോവാട്ടോ ചെയ്യുന്നത് കൺമണിയും കൃഷും. ശേഷം തന്നെ ബലരാമനെ കാണുമ്പോഴത്തേനാകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. കാരണം റാമല്ലേ ഇവൻ എന്ന് പറയുന്നുണ്ട് പരസ്പരം അവർ തമ്മിൽ. അങ്ങനെ ഇവൻ തങ്ങൾ ചതിക്കായിരുന്നല്ലടാ എന്നൊക്കെ പറഞ്ഞ് കൃഷ് അവനെ അടിക്കാൻ പോകുന്നു. കൺമണി തന്നെ നേരെ വഴക്ക് പറയാനായിട്ട് പോകുന്നു. നിന്നെക്കുറിച്ച് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എൻ്റെ ചേട്ടനെ വരെ നീ പറ്റിച്ചില്ലടാ എന്നൊക്കെ ഞങ്ങൾ സമാധാനം ഇല്ലാണ്ടാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് അവരാകെ ഞെട്ടിയിരിക്കുകയാണ് ബലരാമനെ. റാമല്ലേ ബലരാമൻ എന്ന് ആലോചിച്ചിട്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.